എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ചത് കൊണ്ടല്ല, എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിലിമിൻ്റെ ടീമിലായതുകൊണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഓഡിയൻസ് ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ചൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും മനസ്സിലായിരുന്നു. നസ്രിയ ബേസിൽ കോംബോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി ദേ ഡു മോർ ഫിലിംസ് ടുഗദർ. സോ യാ. അടിപൊളി. ശരിക്കും ഞെട്ടിച്ചോ? നമ്മളെല്ലാം ഞെട്ടുണ്ട്. നമുക്ക് കഥയൊക്കെ അറിയില്ലേ, അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കണത്. അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ്. നന്നായിരുന്നു. അവസാനം വരെ കഥ പോകുന്ന വഴി അറിയില്ലല്ലോ, അതുകൊണ്ട് ത്രില്ലായിട്ടുണ്ടായിരുന്നു. ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഥ എങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് വളരെ നന്നായിരുന്നു. എല്ലാവരും പോയി കാണണം. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണണം, മിസ് ചെയ്യരുത്. സൂപ്പർ മൂവിയാണ്, എല്ലാവരും പോയി കാണാം. എല്ലാവരും പോയി. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ അയ്യോ കിട്ടില്ല. അതായത് നമ്മൾ സമീപകാലത്ത് ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി, നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലേക്ക് കോമഡിയേ അല്ല, മൊത്തം പരിപാടികൾ വേറെ ലെവലാണ്. കോമഡി മൂവി പ്രതീക്ഷ വരരുത്, മൊത്തം അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു, എല്ലാവർക്കും ഇഷ്ടം കിടിലം. പടം വേറെ ലെവൽ ഐറ്റമാണ്. ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ദൃശ്യത്തിന് ശേഷം കയറി കത്താൻ പോകുന്നൊരു വേറെ, നമ്മൾ തമാശക്ക് പറഞ്ഞതല്ല, എന്താ പറയുക, ബേസിലിനെയും നസ്രീനെയും നമ്മളിത് കണ്ടേക്കുന്ന ഒരു ലെവലിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഫുള്ള് ത്രില്ലർ, സസ്പെൻസ്, ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. കോമഡി ഒന്നും എക്സ്പെക്ട് ചെയ്താലും വരില്ലേ. മേക്കിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ രീതിയിലാണ് മേക്ക് ചെയ്തത്. എഡിറ്റിങ്, BGM, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻസ് എൻഗേജിങ് ആണ്, സസ്പെൻസ് ആണ്. പടത്തിൻ്റെ എൻഡിങ് വരെ പടം പിടിച്ചിരുത്തിയിട്ടുണ്ട്. തിയേറ്റർ വാച്ചബിളായിട്ടാണ്. പടം കയറി കത്തുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. സൂപ്പർ മൂവി. സിനിമ എന്താ പറയുക, ഗംഭീര ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ. നമ്മുടെ ഒരു മലയാള സിനിമ കാണുന്ന ഒരു ഫീലേ അല്ല തന്നത്. ഏത് ലാംഗ്വേജിലുള്ളവർക്കും നമുക്കിത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കാണിക്കാവുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട ആ ഒരു ലെവൽ. അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്രിസ്റ്റോ സേവിയർ കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത് ക്ലൈമാക്സ് സീനുള്ള അവസാനത്തെ 10-15 മിനിറ്റ് ശരിക്ക് ആ ഒരു ഹൃദയമിടിപ്പ് കൂട്ടുന്ന രീതിയിൽ, ആ ടെൻഷൻ കൂട്ടുന്ന രീതിയിൽ അതിഗംഭീരമായിട്ട് ആ മേക്കിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ഇതിൻ്റെ ഒരു ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാണ്. ഫാമിലി കോമഡി അതിൽ നിന്ന് മാറിയിട്ട് ഇതിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രം അതിഗംഭീരമായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നസ്രിയയുടെ കംബാക്ക്. നസ്രിയ വല്ലപ്പോഴും സിനിമ ചെയ്യുന്നുള്ളൂ, പക്ഷേ എന്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തു, അങ്ങനെയുള്ള അതിശക്തമായൊരു റോളാണ് നസ്രിയയും ചെയ്തിരിക്കുന്നത്. അത് അഭിനയിച്ച എല്ലാവരും ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എക്സ്ട്രാണ്. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വാച്ച്, വേറിട്ട ഒരു മലയാള സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ് സൂക്ഷ്മദർശിനി. മസ്റ്റ് വാച്ചാണ്. സൂപ്പർ മൂവിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സസ്പെൻസ്. അതായത് നസ്രിയൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ബേസിൽ കട്ടൊക്കെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ, എല്ലാ ആക്ടേഴ്സും. അതുപോലെ എൻ്റെ മോളുടെ കുട്ടി മാളൂട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് ഒരു മൂവി കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്.